Hi everyone, welcome back to zoology class. പ്ലസ് വൺ സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ അനിമൽ കിങ്ഡം ആണ് നമ്മൾ ഇന്നോട്ട് പഠിക്കാൻ പോകുന്നത്. ഇത് ബയോളജിയിലെ ചാപ്റ്റർ 4 ആണ്, സുവോളജിയിൽ ചാപ്റ്റർ 2. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. Observe this illustration. What they are discussing? Fed up with the search, if these books were arranged in order, it would have been very easy to locate the book suggested by our teacher. ആ ബുക്കുകളൊക്കെ കറക്റ്റായി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ബുക്ക് എടുക്കാൻ ഈസി ആയിരുന്നു അല്ലേ? സോ ലൈബ്രറിയിൽ എങ്ങനെയാണ് ബുക്കുകൾ സൂക്ഷിക്കുക? കറക്റ്റായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മലയാളം ബുക്സ്, ഇംഗ്ലീഷ് ബുക്സ്, അല്ലെങ്കിൽ നോവൽ, സ്റ്റോറി, ഇങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറീസ് ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈസി ആയി ഒരു ബുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ? ഇനി അനിമൽ കിങ്ഡത്തിന്റെ കാര്യം എടുത്താൽ അതിൽ ഒരുപാട് ആനിമൽസ് കാണാം. സ്മോളർ ഓർഗാനിസംസ് തൊട്ട് ലാർജർ ഓർഗാനിസംസ് വരെ ഡിഫറെന്റ് വെറൈറ്റീസിലുള്ള ഡിഫറെന്റ് സ്പീഷീസിലുള്ള ഓർഗാനിസംസ് കാണാം. ലക്ഷക്കണക്കിന് വരുന്ന ഈ ഓർഗാനിസംസ് ഒക്കെ കറക്റ്റായി അറേഞ്ച് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിഫറെന്റ് ഗ്രൂപ്പായി സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഓർഗാനിസത്തെ പറ്റി പഠിക്കണമെങ്കിൽ ഈസി ആയി പഠിക്കാൻ പറ്റും, ശരിയല്ലേ? ലൈബ്രറിയിലാണെങ്കിൽ ബുക്കുകൾ ലാംഗ്വേജ് ബേസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റോറീസ് ആണോ നോവലാണോ ഇതൊക്കെ ബേസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ദർ ആർ സർട്ടൻ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ ഓർഗാനിസംസിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? എന്തൊക്കെയാണ് ഓർഗാനിസംസിനെ ഡിവൈഡ് ചെയ്യാനുള്ള ബേസിസ്? Let us see which are the basis of classification. എന്ത് അടിസ്ഥാനമാക്കി നമുക്ക് ഓർഗാനിസംസിനെ ഡിഫറെന്റ് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യാൻ പറ്റും? അതിൽ ആദ്യത്തെ ബേസിസ് ആണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. കിങ്ഡം അനിമാലിയയിൽ വരുന്ന എല്ലാ ഓർഗാനിസംസും മൾട്ടി സെല്ലുലാർ ആണെങ്കിലും അതിൻ്റെ സെല്ലുലാർ ഓർഗനൈസേഷൻ ഒരേ പാറ്റേണിലല്ല. There are 4 levels of organization. They are cellular level, tissue level, organ level and organ system level. First one, cellular level of organization. എന്താണ് cellular level of organization? The cells are arranged as loose aggregates. സെല്ലുകൾ ലൂസായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഓർഗാനിസംസും വരുന്നത് സെല്ലുലാർ ലെവലിലാണ്. ഫോർ എക്സാമ്പിൾ സ്പോഞ്ചസ്. ഇങ്ങനെയുള്ള ഓർഗാനിസംസിൽ എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നത് സെല്ലാണ്. Because they do not have any other tissue, organ or organ systems. Second one is tissue level. The cells performing same functions are arranged into tissues. ഒരേപോലെ ഫങ്ഷൻ ചെയ്യുന്ന സെൽസ് ഗ്രൂപ്പായി ടിഷ്യൂസ് ആയി മാറും. ടിഷ്യൂസ് ആണ് ഇങ്ങനെയുള്ള ഓർഗാനിസംസിലുള്ള എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് സീലൻഡ്രേറ്റ, സ്പോഞ്ചസ്, സീലൻഡ്രേറ്റ ഇതൊക്കെ അനിമൽ കിങ്ഡത്തിൽ വരുന്ന ഡിഫറെന്റ് ഫൈലംസ് ആണ്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് ദീസ് ടേംസ്. നെക്സ്റ്റ് ലെവൽ ഓർഗൻ ലെവൽ. ദ ടിഷ്യൂസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ടു ഫോം ഓർഗൻസ്. ടിഷ്യൂസ് ഗ്രൂപ്പ് ചെയ്ത് ഓർഗൻസ് ആയി മാറും. ഇങ്ങനെയുള്ള ഓർഗാനിസംസിൽ ഓർഗൻസ് ആണ് ബോഡി ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് പ്ലാറ്റി ഹെൽമിന്തസ്, ടേപ്പ് വേം, ലിവർ ഫ്ലൂക്ക് ഇതൊക്കെ ഉൾപ്പെടുന്ന ഫൈലമാണ് പ്ലാറ്റി ഹെൽമിന്തസ്. ആൻഡ് നെക്സ്റ്റ് ലെവൽ ഈസ് ഓർഗൻ സിസ്റ്റം ലെവൽ. ഓർഗൻസ് ആർ ഗ്രൂപ്പ് ടുഗദർ ടു ഫോം ഓർഗൻ സിസ്റ്റംസ്. ഒരുപാട് ഓർഗൻസ് ഗ്രൂപ്പ് ചെയ്ത് ഒരു ഓർഗൻ സിസ്റ്റമായി മാറും. ഇങ്ങനെയുള്ള ഓർഗാനിസംസിൽ ഓർഗൻ സിസ്റ്റമാണ് എല്ലാ ബോഡി ഫങ്ഷൻസും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് അനലിഡ, എർത്ത് വോം, ലീച്ച് ഇതൊക്കെ വരുന്ന ഗ്രൂപ്പാണ് അനലിഡ. ഹ്യൂമൻ ബീങ്സ് ഉൾപ്പെടുന്നതും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനിലാണ്. ദാറ്റ് ഈസ് സെൽസ് കമ്പൈൻ ചെയ്ത് ടിഷ്യൂസ് ഫോം ചെയ്യും, ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ഓർഗൻസ് ഫോം ചെയ്യും, ഓർഗൻസ് കമ്പൈൻ ചെയ്ത് ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യും. ഡൈജസ്റ്റീവ് സിസ്റ്റം ഒരു ഓർഗൻ സിസ്റ്റം ആണ്. അതിൽ ഒരുപാട് ഓർഗൻസ് ഇൻക്ലൂഡഡ് ആണ് അല്ലെ? ഹ്യൂമൻ ബീങ്സിന്റെ കേസ് നോക്കിയാൽ ഒരുപാട് ഓർഗൻ സിസ്റ്റംസ് കാണാം. ഓർഗൻ സിസ്റ്റംസ് ആണ് ബോഡിയിലുള്ള ഡിഫറെന്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്. സോ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആർ സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ. ഈ ഓർഗൻ സിസ്റ്റം ലെവലിൽ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉൾപ്പെടുന്നുണ്ട്, ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് കോംപ്ലക്സിറ്റീസ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഉൾപ്പെടുന്ന ഓർഗാനിസംസിന്റെ പാറ്റേൺ നോക്കിയാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം ഡിഫറെന്റ് കോംപ്ലക്സിറ്റീസിൽ കാണാം. Digestive system incomplete and complete types are there.
circulatory system open and closed types are there. That is, incomplete digestive system means only a single opening that serves as both mouth and anus. ഇങ്ങനെയുള്ള ഓർഗാനിസംസിൽ ഒരു ഓപ്പണിംഗ് മാത്രമേ കാണുള്ളൂ, അത് ആനസായും മൗത്തായും വർക്ക് ചെയ്യുന്നു. That means in the case of platyhelminthes, they have only one opening which function both as mouth and anus. And complete digestive system, it has two openings, mouth and anus. ഇങ്ങനെയുള്ള ഓർഗാനിസംസിൽ രണ്ട് ഓപ്പണിങ്സ് കാണാം, mouth and anus, separate openings ആണ്. For example, in the case of Aschelminthes, they are having complete digestive system. Ascaris or roundworm, filarial worm ഇതൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് Aschelminthes. നെക്സ്റ്റ് കോംപ്ലക്സിറ്റി സർക്കുലേറ്ററി സിസ്റ്റത്തിലാണ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റംസ് കാണാം. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം മീൻസ് ബ്ലഡ് ഈസ് പമ്പ്ഡ് ഔട്ട് ഓഫ് ദ ഹാർട്ട് ആൻഡ് സെൽസ് ആൻഡ് ടിഷ്യൂസ് ആർ ഡയറക്ട്ലി ബാത്ത്ഡ് ഇൻ ഇറ്റ്. ഇങ്ങനെയുള്ള ഓർഗാനിസംസിന് ബ്ലഡ് വെസൽസ് കാണില്ല. ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ബോഡി സർഫസിലേക്കാണ്. എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ആർത്രോപോഡ്, പ്രോൺ, ക്രാബ് ഇതൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ആർത്രോപോഡ്സ്. നെക്സ്റ്റ് ഈസ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ബ്ലഡ് ഈസ് സർക്കുലേറ്റഡ് ത്രൂ ബ്ലഡ് വെസൽസ്. ഇങ്ങനെയുള്ള ഓർഗാനിസംസിൽ ബ്ലഡ് വെസൽസ് കാണാം. ഹാർട്ട് ബ്ലഡ് വെസൽസിൽ കൂടെയാണ് ബ്ലഡ് പമ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ഹയർ ഓർഗാനിസംസ്. നെക്സ്റ്റ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് സിമെട്രി. സിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് നമ്മൾ ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സർക്കിൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചാൽ അത് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കില്ലേ? അതുപോലെ ഒരു ഓർഗാനിസത്തിന് നമ്മൾ കട്ട് ചെയ്താൽ അതിന് ഈക്വൽ ഹാഫ്സ് കിട്ടുമോ എന്നതാണ് സിമെട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Based on symmetry, there are three types of organisms: asymmetrical, radially symmetrical, and bilaterally symmetrical. First one, asymmetrical organisms. Any plane that passes through the center does not divide them into equal halves. ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെ ഈക്വൽ ഹാഫ്സ് ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് സ്പോഞ്ചസ്. ഇതാണ് സ്പോഞ്ചസ്. ഏത് പ്ലെയിനിൽ നോക്കിയാലും ഈ ഓർഗാനിസംസിനെ ഈക്വൽ ഹാഫ്സ് ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് സച്ച് ഓർഗാനിസംസ് ആർ കമ്മിങ് അണ്ടർ വിച്ച് കാറ്റഗറി? asymmetrical organisms. Second type of symmetry is radially symmetrical. Any plane passing through the center of the body divide the organism into two identical halves. ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ സീലൻഡ്രേറ്റ്സ്, ടീനോഫോഴ്സ് എക്സെട്ര. ഏത് പ്ലെയിനിൽ വേണമെങ്കിലും ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെ ഈക്വൽ ഹാഫ്സ് ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. Such type of symmetry is called radially symmetry, and the organisms are called radially symmetrical organisms. And third type is bilaterally symmetrical. The body can be divided into identical left and right halves in only one plane. ഒരു പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്താൽ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് കിട്ടും. അങ്ങനെയുള്ള ഓർഗാനിസംസ് ഒക്കെ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. ഫോർ എക്സാമ്പിൾ അനലിഡ്സ്, ആർത്രോപോഡ്സ് എക്സെട്ര. ഇതാണ് ബൈലാറ്ററൽ സിമെട്രി. ഈ ഒരു പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്താലാണ് ഈക്വൽ ഹാഫ്സ് കിട്ടുക, നോട്ട് ഇൻ എനി അതർ പ്ലെയിൻ. Such type of symmetry is called bilateral symmetry, and the organisms are called bilaterally symmetrical. Next basis of classification is embryonic layers. Embryonic layers base ചെയ്ത് organismsനെ classify ചെയ്യാം into two different groups. They are diploblastic organisms and triploblastic organisms. First one, diploblastic organisms. The cells are arranged into two embryonic layers, an external ectoderm and internal endoderm. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓർഗാനിസംസിൽ രണ്ട് എംബ്രിയോണിക് ലെയേഴ്സ് കാണാം. പുറമെ കാണുന്ന ലെയർ എക്ടോഡേം ആണ്, അകത്ത് കാണുന്ന ലെയർ എൻഡോഡേം. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് സീലൻഡ്രേറ്റ്. നെക്സ്റ്റ് ഈസ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. The cells are arranged into three embryonic layers: ectoderm, middle layer mesoderm, and then endoderm. ഓർഗാനിസംസിന് മൂന്ന് എംബ്രിയോണിക് ലെയേഴ്സ് കാണാം. ഔട്ടർ ലെയർ എക്ടോഡേം, ഇന്നർ ലെയർ എൻഡോഡേം. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായി മിഡിൽ ലെയർ കൂടി കാണാം, ദാറ്റ് ഈസ് മീസോഡേം. എക്സാമ്പിൾ പ്ലാറ്റിഹെൽമിന്തസ് ടു കോഡേറ്റ്. പ്ലാറ്റിഹെൽമിന്തസ് തൊട്ട് കോഡേറ്റ്സ് വരെ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. ഓർഗാനിസംസിന്റെ ക്രോസ് സെക്ഷൻ ഫിഗർ ഒബ്സർവ് ചെയ്താലാണ് ജേർമിനൽ ലെയേഴ്സ് കാണാൻ സാധിക്കുക. ഇത് ക്രോസ് സെക്ഷണൽ ഫിഗർ ആണ്. ഫസ്റ്റ് വൺ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സെക്കൻഡ് വൺ ട്രിപ്ലോബ്ലാസ്റ്റിക്. ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ ഏതൊക്കെ ലെയേഴ്സ് കാണാം? ഔട്ടർ മോസ്റ്റ് ലെയർ എക്ടോഡേം ആൻഡ് ഇന്നർ ലെയർ എൻഡോഡേം.
മീസോഗ്ലിയ സെൽസ് കാണാം. അത് മീസോഡേം അല്ല, മീസോഗ്ലിയ സെൽസ് ആണ്. നെക്സ്റ്റ് ഫിഗർ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം. ഏതൊക്കെയാണ് 3 ലെയേഴ്സ്? എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം. ഔട്ടർ ലെയർ എക്ടോഡേം ആൻഡ് മിഡിൽ ലെയർ മീസോഡേം ആൻഡ് inner layer endoderm. Next basis of classification is coelom or body cavity. The body cavity which is lined by mesoderm is called coelom. Organisms il കാണുന്ന body cavity ആണ് coelom. Body cavity നെ cover ചെയ്ത് mesoderm layer കാണാം. So based on coelom, organisms can be classified into 3 groups: coelomate organisms, pseudocoelomate organisms and acoelomate organisms. First one, coelomate. Animals having coelom are called coelomate. Body cavity ഉള്ള organisms ആണ് coelomate. Example, annelids, mollusk, etc. Leech ഒക്കെ വരുന്ന ഗ്രൂപ്പാണ് annelids and squid ഒക്കെ വരുന്ന ഗ്രൂപ്പാണ് mollusk. And second type is pseudocoelomate. Pseudo means what? False. So they have false coelom. The body cavity is not lined by mesoderm. Instead, the mesoderm is present as scattered pouches in between ectoderm and endoderm. ഫോൾസ് ആയിട്ടുള്ള സീലോം കാണുന്ന ഓർഗാനിസംസ് ആണ് സ്യൂഡോസിലോമേറ്റ്. എന്താണ് ഫോൾസ് സീലോം? സീലോം ആവണമെങ്കിൽ ബോഡി കാവിറ്റി കവർ ചെയ്ത് മീസോഡേം ലെയർ കാണണം. പക്ഷെ സ്യൂഡോസിലോമേറ്റ്സിന്റെ കേസിൽ സീലോമിനെ കവർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള മീസോഡേം കാണില്ല. അതിനു പകരം പൗച്ചസ് ഓഫ് മീസോഡേം കാണാം. That is why they are called pseudocoelomate. Example in the case of Aschelminthes. Next category, acoelomate. Animals which doesn't have body cavity is called acoelomate. Body cavity ഇല്ലാത്ത ഓർഗാനിസംസിനെയാണ് acoelomate എന്ന് പറയാം. For example, Platyhelminthes. Let us observe the figure. First one, coelomate. Coelomate-നകത്ത് ബോഡി കാവിറ്റി കാണാം. ഇതാണ് ബോഡി കാവിറ്റി. സീലോം ഓർ ബോഡി കാവിറ്റി കവർ ചെയ്ത് മീസോഡേം ലെയർ കൂടി കാണാം. This one is pseudocoelomate. ഇവിടെ മീസോഡേം ലെയർ പാച്ചസ് ആയിട്ടാണ് കാണാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സീലോമിനെ സ്യൂഡോസീലോം എന്നാണ് പറയാം. ആൻഡ് നെക്സ്റ്റ് ഈസ് അസീലോമേറ്റ്. ബോഡി കാവിറ്റി ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് അസീലോമേറ്റ്. ദർ ഈസ് നോ ബോഡി കാവിറ്റി ഹിയർ. നെക്സ്റ്റ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് സെഗ്മെന്റേഷൻ. ദ ബോഡി ഈസ് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി ഡിവൈഡഡ് ഇൻ ടു സെഗ്മെന്റ്സ്. എക്സാമ്പിൾ, earthworm. Its body shows metameric segmentation and the phenomenon is called metamerism. ഒരു ഓർഗാനിസത്തിന്റെ ബോഡിക്ക് അകത്തോ പുറത്തോ സെഗ്മെന്റ്സ് കാണുന്നുണ്ടെങ്കിൽ അതിനെ സെഗ്മെന്റഡ് ഓർഗാനിസംസ് എന്നാണ് പറയാ. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് earthworm, and this phenomenon is called metamerism. And next basis of classification is notochord. It is a mesodermically rod-like structure formed on dorsal side during embryonic development in some organisms. ഒരു ഓർഗാനിസത്തിന്റെ ഡോർസൽ സൈഡിൽ കാണുന്ന മീസോഡേം എന്ന് ഫോം ചെയ്യുന്ന റോഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നോട്ടോകോഡ് എന്ന് പറയാം. എംബ്രിയോണിക് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് നോട്ടോകോഡ് ഫോം ചെയ്യുക. Then we can classify organisms into 2 categories based on presence or absence of notochord. They are chordates and non-chordates. Chordates means what? Animals having notochord. Notochord ഉള്ള ഓർഗാനിസംസിനെയാണ് chordates എന്ന് പറയാ. And non-chordates means what? Animals which do not have notochord. Notochord ഇല്ലാത്ത ഓർഗാനിസംസിനെയാണ് non-chordates എന്ന് പറയാം.